രാവിലെ തന്നെ നമുക്ക് കൽപ്പാത്തി തെരുവിങ്ങനെ നിറഞ്ഞ് വളരെ സജീവമായി തുടങ്ങിയിരിക്കുകയാണ്. സാന്ദ്രമായ കൽപ്പാത്തിയുടെ അന്തരീക്ഷം ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. കഴിഞ്ഞ ഒരു വർഷമായി കൽപ്പാത്തിക്കാർ ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവരുടെ ബന്ധുവീടുകളിൽ നിന്ന് ആളുകൾ വരുന്നു, വിദേശങ്ങളിൽ പോയവരൊക്കെ ഇന്നത്തെ ദിവസത്തിന് വേണ്ടി നാട്ടിലേക്ക് വരുന്നു. അങ്ങനെ ഒരു നാടൊന്നടങ്കം കാത്തിരിക്കുന്ന ഒരു വലിയ ദിവസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വിശ്വാസവും ഒപ്പം തന്നെ ആഘോഷവും ആചാരങ്ങളും ഒക്കെ സംഗമിക്കുന്ന മഹത്തായ ഒരു ദിവസം. അങ്ങനെ ഒരു ദിവസത്തിൽ ഈ കൽപ്പാത്തിയിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തോടെ ഞങ്ങൾ ഗുഡ് മോർണിംഗ് കേരളം തുടങ്ങുകയാണ്. ഏതായാലും കൽപ്പാത്തിയുടെ ആവേശ കാഴ്ചകളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ഉത്സവം ഇവിടെ നടക്കുന്നതോടൊപ്പം തന്നെ ജനാധിപത്യത്തിന്റെ മഹത്തായ ഉത്സവം തെരഞ്ഞെടുപ്പ് കൂടി നമ്മുടെ മുന്നിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ ആവേശ കാഴ്ചകളും പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കും. അക്കാര്യത്തിലൊന്നും സംശയം വേണ്ട. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കൽപ്പാത്തിയിൽ നിന്ന് തുടങ്ങുന്നത്? നമുക്ക് കൽപ്പാത്തിയുടെ ഇന്നത്തെ ഒരു ചടങ്ങുകൾ വിരിഷ ഇതെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. അറിയുന്നു. അപ്പൊ മൈക്ക് കൊടുക്ക്. അപ്പോ രാവിലെ തുടങ്ങിയതാണ്. ഇന്നലെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോരുന്നു എന്ന് പറഞ്ഞ സമയം മുതൽ തുടങ്ങിയതാണ് കൽപ്പാത്തിയിലെ ചടങ്ങുകളൊക്കെ കാണാതെ പഠിക്കാനായിട്ട്. അതിന്റെ മുൻപ് ആരൊക്കെയാണ് അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചത്? കഴിഞ്ഞ ദിവസം വിക്കിപീഡിയ നോക്കി അതെല്ലാം പഠിച്ചു വെച്ചു. എന്നിട്ട് അന്ന കയറി ചോദിച്ചു, മനു അവിടെ ഇങ്ങനെയൊക്കെ ചടങ്ങുകളല്ലേ? മൊത്തം കയ്യിൽ നിന്ന് പോയി. തീർച്ചയായും നടക്കുന്ന ചടങ്ങുകൾ. അപ്പോൾ ഇത് അങ്ങനെയല്ല. കൽപ്പാത്തിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൽപ്പാത്തി ക്ഷേത്രത്തിലെ സാധാരണഗതികളിലുള്ള പൂജ, അതിനനുസരിച്ച് പ്രത്യേക പൂജാതിക്രമങ്ങളും ഇന്നുണ്ട്. ഇന്നലെ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് രഥാരോഹണങ്ങളായിരുന്നു. കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലെ രഥാരോഹണങ്ങളായിരുന്നു ആദ്യ ദിവസം. അന്ന് 3 രഥങ്ങളാണ് രഥാരോഹണം നടത്തിയത്. ഇന്നലെ മന്തക്കര ഗണപതി ക്ഷേത്രത്തിലെ രഥാരോഹണം. അത് കഴിഞ്ഞ് ഇന്ന് ദേവരഥ സംഗമത്തിൽ പ്രധാനമായും 6 തേരുകളാണ്. ഇന്നലെ മന്തക്കര ഗണപതി ക്ഷേത്രത്തിലെ അവിടെ രഥാരോഹണമായിരുന്നു. ഇന്ന് ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രം. യെസ്, അപ്പൊ തെറ്റിച്ചില്ല, പഠിച്ചു കൃത്യമായിട്ട്. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ രഥാരോഹണ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ. അതായത് ലക്ഷ്മീനാരായണ പെരുമാൾ സ്വാമി എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു എന്നാണ് സങ്കല്പം. അപ്പോൾ അങ്ങനെയാണ് അതിന്റെ വിശ്വാസക്രമം കിടക്കുന്നത്. അതായത് ഗണപതിയുടെ മടയില് ശ്രീകൃഷ്ണൻ, അതായത് ഉണ്ണിക്കണ്ണൻ ഇരിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. ഗണപതിയെ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഗണപതിയുടെ വിഗ്രഹം നമ്മൾ കാണുമ്പോഴായാലും ഉണ്ണിക്കണ്ണൻ മടിയിലുണ്ടാകും. അപ്പോൾ ഉണ്ണിക്കണ്ണൻ സമേതനായി ഗണപതി എഴുന്നള്ളുന്നു എന്നുള്ളതാണ് അതിന്റെ ആ ഒരു വിശ്വാസ ആചാരത്തിന്റെ പിറകിലുള്ള ഒരു സങ്കല്പം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ അതാണ് അതിന്റെ ഒരു. പിന്നീട് ഈ ക്ഷേത്രങ്ങളിലെ എല്ലാ രഥങ്ങൾ കൂടി അച്ഛനായ പരമശിവനെ കാണുന്നതിനായി വരുന്നതാണ്. അതിന്റെ ഏറ്റവും മഹത്തായ ദേവരഥ സംഗമം എന്ന് പറയുന്നത് അതിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെയാണ് അതിന്റെ ഒരു അത് വൈകിട്ടാണ്. അതായത് ഓൾറെഡി 4 രഥങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു ഈ അഗ്രഹാര പ്രദക്ഷിണ വീതികളിലേക്ക്. ആദ്യത്തെ ദിവസം 3 രഥങ്ങൾ ഉരുണ്ടു കഴിഞ്ഞു. ഇന്നലെ രണ്ടാമത്തെ ദിവസം ഇവിടെ വിശാലാക്ഷി, നമുക്ക് പിറകിൽ കാണുന്ന വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലെ 3 രഥങ്ങൾ. ഒന്ന് മഹാഗണപതിയുടെ രഥം, 2 സുബ്രഹ്മണ്യ സ്വാമിയുടെ രഥം, 3ാമത് പാർവതി സമേതനായ ശിവന്റെ രഥം. അതാണ് വിശാലാക്ഷി സമേതനായ വിശ്വനാഥ സ്വാമി എന്ന് പറയുന്നത്. നമ്മൾ പ്രേക്ഷകരെ കൽപ്പാത്തി നമ്മളൊക്കെ ഇവിടെ ഉണ്ട്, നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ പ്രേക്ഷകർ ഈ പേരുണ്ടല്ലോ, ഈ അമ്പലത്തിന്റെ പേര്, അതിന്റെ ഒരു ഐതിഹ്യം കൂടി ഒന്ന്. അതെന്താ സംഭവം അറിയാവോ? കാശിയിൽ പോകുന്നതിന് തുല്യമാണ് ഇവിടെ വിശാലാക്ഷി സമേതനായ വിശ്വനാഥ സ്വാമിയെ കാണുന്നതെന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഒരു ഐതിഹ്യം പറയുന്നത് കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണ്. അതിനെക്കുറിച്ചൊരു പാലക്കാട്ടുകാർ പറയുന്നത് തന്നെ. ഒരു മോനുണ്ടല്ലോ, ചിറ്റൂര്. ഉത്സവം കൂടാൻ വന്നതാണ്. ആരൊക്കെ ഉണ്ട് കൂടെ? അമ്മേനെ വിളിക്ക്. അമ്മ ഗുഡ് മോർണിംഗ്. അങ്ങോട്ട് നോക്കിക്കോളൂ. എല്ലാ വർഷവും വരാറുണ്ടോ ഇവിടെ? കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷം വന്നു, കഴിഞ്ഞ വർഷം വന്നില്ല. തൊഴുതോ? ക്ഷേത്രത്തിലൊക്കെ രാവിലെ പോയി തൊഴുതു. തിരക്കുണ്ടായിരുന്നോ? എങ്ങനെ വൈകിട്ട് വരെ ഇവിടെ ഉണ്ടാവുമോ? പുലർച്ചെ വന്നതാണോ? ആഹാ, അപ്പൊ തിരക്ക് കുറവായിരുന്നല്ലേ? നന്നായി തൊഴുതു. സന്തോഷമായി. അപ്പൊ ശരി കേട്ടോ. പാട്ട് പാടോ? രാവിലെ കൊച്ചു മുണ്ടൊക്കെ കൊടുത്തു. ഇത് കൊണ്ട് മുണ്ടിട്ടാണ് എനിക്ക് ഓർമ്മ പറഞ്ഞത് കേട്ടോ. നല്ലൊരു വൈബല്ലേ നമുക്ക്.
കരാത്തെ ക്ലാസ്, കരാട്ടെ ക്ലാസ് ഉണ്ട്. ചരമ്പം ക്ലാസ്. അതെ അതെ അതെ. പൊള്ളാച്ചിയില് കണ്ണ് കെട്ടിയിട്ട് 5 കിലോമീറ്റർ പോയിരുന്നെ അനിയനും ഒക്കെ ഉണ്ടായിരുന്നു. ആണല്ലേ? അപ്പൊ മിടുക്കനാണ്. അപ്പൊ സൂക്ഷിച്ചു നോട്ടോ, അവന്റെ ഇടിവാ കണ്ട. അതെ അതെ, നല്ല ഇടിയൊക്കെ കിട്ടും. ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നാടിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഉത്സവം കാണാനായി ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇതാണ് പറഞ്ഞില്ലേ രാവിലെ തന്നെ ക്ഷേത്രത്തില് തൊഴാനായി എത്തിയത്. അത് അവരുടെ ഒരു വിശ്വാസത്തിന്റെ ആചാരത്തിന്റെ ഇതുകൂടിയാണ്.